ഇത് സത്യമാണോ? ഇത് സത്യമാണോ? ഇങ്ങനെ ഒരു ഡീൽ നടന്നു? അങ്ങനെയാണെങ്കിൽ സമീപകാലത്തുണ്ടായ പല കാര്യങ്ങളും വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ കേരളത്തിലും EVM തട്ടിപ്പ് നടന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് സമീപകാലത്ത് നടന്ന കാര്യങ്ങൾ? ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനും 6 മാസം മുമ്പ് തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വടശ്ശേരി ദാമോദര മേനോൻ മകൻ VD സതീശൻ പല മാധ്യമങ്ങൾക്കും കൊടുത്ത അഭിമുഖത്തിൽ പലവട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കേരളത്തിൽ 2 ഡസൻ മന്ത്രിമാരോളം തോക്കും, 102 അതായത് 100+ സീറ്റ് കേരളത്തിൽ UDF നേടും, അതേപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തോൽവി ഏറ്റുവാങ്ങും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിൽ ഒരു EVM തട്ടിപ്പ് നടന്നു ഉത്തരേന്ത്യയിലേക്ക് പോലെ. അതിൻ്റെ ഡീലാണ് ഈ കാണുന്നത്. മുഖ്യ ഇലക്ട്രിക് ഓഫീസറെ തൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. ബംഗാളിലും മമത തോറ്റെടുത്തും അതേപോലെ തന്നെ അവിടെ BJPയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇതേ ഇലക്ട്രിക് ഓഫീസർ അവിടെയും ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലും നമ്മുടെ പ്രബുദ്ധ കേരളത്തിലും EVM തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് സാധാരണ ഒരു കോൺഗ്രസ്സുകാരന് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് 2-1 ദിവസം മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ ഇപ്പോഴത്തെ MLA ആയ അബിൻ വർക്കി ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ 6ാം റൗണ്ട് വരെ പിന്നിൽ പോകും. മനസ്സിലാക്കണം, 6ാം റൗണ്ട് വരെ പിന്നിൽ പോകും. അപ്പൊ ഡീല് നടന്നോ ഇല്ലയോ നിങ്ങൾ പറയും. ഈ കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിലെ ഭരണത്തിൽ ഒരു ജനവിരുദ്ധ വികാരം പോലും ഉണ്ടായിട്ടില്ല. പല എക്സിറ്റ് പോൾ സർവേകളും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വന്നു. പല വിദഗ്ധരും പറഞ്ഞത് ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരാൾക്കും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ഇത്തരം ഒരു തോൽവി. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. 10 വർഷം കേരളത്തിൽ നടന്ന ജനവികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യയുടെ മുമ്പിൽ 1ാം നമ്പർ എത്തിക്കുന്ന വികസനങ്ങളൊക്കെയാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഒരു വകുപ്പ് മന്ത്രിക്കെതിരെ, ഒരു വകുപ്പ് അല്ലെങ്കിൽ ഭരണപക്ഷ MLAക്കെതിരെ, എന്തിനു പറയുന്ന ഇവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഇവർക്കൊരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. UDFന് 10 വർഷത്തെ ഭരണത്തിൽ ഒരു അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ ഇവർക്കൊരു സമരം പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇവരെവിടെയും ഇടതുപക്ഷത്തിൻ്റെ ഭരണവിരുദ്ധതയ്ക്കെതിരെ ഒരു വോട്ടെന്ന് ചോദിക്കുന്നത് നമ്മൾ കണ്ടില്ല. പക്ഷേ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിനും 2 ദിവസം മുമ്പ് തന്നെ ഇവർ അണിയറ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അതായത് മന്ത്രിസഭ രൂപീകരിക്കാനും അല്ലെങ്കിൽ പന്തലിടാനും, അതായത് എന്താ പറയുക, ഗാന്ധി ഭവനിൽ പന്തലിട്ട് ഇലക്ഷൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വളരെ ഊർജിതത്വത്തോടെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന വടശ്ശേരി ദാമോദര മേനോൻ മകൻ VD സതീശൻ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ പറഞ്ഞ പല കാര്യങ്ങളും വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJPയുമായിട്ടൊരു ഡീൽ ഉണ്ടായോ? ഒരു അട്ടിമറി ഉണ്ടായോ? കഴക്കൂട്ടം എൻ്റെ മണ്ഡലമാണ്. ഒരിക്കൽ പോലും BJP ജയിക്കില്ല. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞാലേ അവിടെ വേറൊരാൾ ഉള്ളൂ. അവിടെ എങ്ങനെ മുരളീധരൻ ജയിച്ചു? ഇത്രയും കേരളം കണ്ട ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി സഖാവ് അവിടെ എങ്ങനെ തോറ്റു? പിന്നെ ആരോരും അറിയാത്ത, എന്താണെന്ന് പോലും അറിയാത്ത BJPക്കാർ കുറവായ ചെങ്ങന്നൂരാണ്, അവിടെ എങ്ങനെ BJP ജയിച്ചു? തുടക്കത്തിലെ ഒരു 3 ഡീലാണെങ്കിൽ സതീശന് കിട്ടിയത് വമ്പൻ ഓഫറാണ്. അരിയാഹാരം തിന്നുന്ന ആർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ചെറിയ മൈൻഡ് നോളജിയിൽ വെച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു EVM തട്ടിപ്പ് നടന്നു എന്ന് തന്നെ പറയേണ്ടി വരും.
അല്ലെങ്കിൽ ഇത്തരമൊരു തോൽവി കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാവൂല. ഒരു ഭരണപരിത വികാരം പോലും ഈ സർക്കാരിനെതിരെ ഉണ്ടായിട്ടില്ല. ഈ 10 വർഷത്തിൽ പെൻഷൻ 10 വർഷമായിട്ട് മുടങ്ങിയിട്ടില്ല. ഒരു മാസം പോലും മുടങ്ങിയിട്ടില്ല. കൃത്യമായിട്ട് കുടിശ്ശിക തീർത്ത് അതാത് മാസത്തെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ. ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ 5.5 ലക്ഷം വീടുകൾ, കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്ത പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് പട്ടയം, അതിലും 5, 5.5, 6 ലക്ഷത്തിന് മേലെ പട്ടയം കൊടുത്തു. അതേപോലെ തന്നെ നാട്ടിലെ വികസനങ്ങൾ, ക്ഷേമപ്രവർത്തനങ്ങൾ, പല പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സുതാര്യമായൊരു ഭരണം, അഴിമതിയില്ലാത്തൊരു ഭരണം, ഇത്രയും സുതാര്യവും അഴിമതിയും ഇല്ലാത്തൊരു ഭരണം കാഴ്ചവെച്ച ഒരു ഇടതുപക്ഷ സർക്കാർ ഇത്രയും ഒരു തോൽവി എങ്ങനെ വന്നു എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ ഉത്തരമാണ് EVM ഡീൽ. ഈ ഡീല് 6 മാസം മുമ്പ്, അതായത് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിന് 3 ദിവസം മുമ്പ് വടശ്ശേരി ദാമോദര മേനോൻ മകൻ VD സതീശൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, എന്തിന് ചാർട്ടർ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് പോയി? അവിടെ നടന്ന ഡീൽ എന്താണ്? അതൊക്കെ കേരള ജനത അറിയേണ്ട കാര്യങ്ങളല്ലേ. എങ്ങനെയാണ് ഇവർ അധികാരത്തിൽ വന്നത്? കോൺഗ്രസ് എങ്ങനെ അധികാരത്തിൽ വന്നു ഇത്രയും ഒരു സീറ്റിൽ? അതും വളരെ കോൺഫിഡൻസ് ആയിട്ട് 100+ പറഞ്ഞു. അതേപോലെ തന്നെ വളരെ കൃത്യമായ കാര്യങ്ങൾ. 1 ഡസൻ 2 ഡസൻ മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും വോട്ട് കുറയുമെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പല പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അല്ലെങ്കിൽ പാർട്ടിക്ക് സ്വാധീനമുള്ള പല സ്ഥലത്തും നമ്മുടെ MLA തോറ്റുപോയി. ഒന്ന് ആലോചിക്കേണ്ടതാണ്. പല പല പ്രഗത്ഭരായ MLA തോറ്റുപോയി. അവരുടെ വികസന പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കാത്ത കൊണ്ടൊന്നുമല്ല. പക്ഷേ എന്താണ് ഇവിടെ നടന്ന ഡീല്? ഇത് തെളിയിക്കപ്പെടണ്ടേ? അങ്ങനെ ഒരു ഇത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണം. ഇതാണ് ആ ഡീലെങ്കിൽ. മനസ്സിലായോ? അരിയാഹാരം തിന്നുന്ന എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് തെറി വിളിക്കാൻ വരുന്നവരോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമാണ്, വളരെ കൃത്യമായ കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ ശരിയെന്നാ, ബൈ.